ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച അസം സ്വദേശിയുടെ പണം ഇയാൾ കവർന്നിരിക്കുന്നു. അതും നേരത്തെ ഈ മാസം 19-നാണ് ഈ സംഭവം നടക്കുന്നത്. ചെന്നൈയിൽ നിന്നും ആലുവയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് അസം സ്വദേശി ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നത്. അപ്പോൾ മരിച്ചതിന് ശേഷം മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതാണ്. ഇതിന് പുറമെ തന്നെയാണ് ഇയാളുടെ ബിലോങ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഇയാളുടെ ബാഗ് അടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഈ SI ഇത്തരത്തിൽ പണം മോഷ്ടിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. തുടക്കത്തിൽ പോലീസ് ഈ ബാഗ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നതാണ്. അപ്പോൾ 8,000 രൂപയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ബന്ധുക്കൾക്ക് കൈമാറുന്ന സമയത്ത് 8,000 രൂപ കാണാൻ കഴിഞ്ഞിരുന്നില്ല. വെറും 4,000 രൂപ മാത്രമാണ് ബാഗിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടുകൂടി ഇയാൾ ബാഗിൽ നിന്നും പണം എടുക്കുന്നത് കൃത്യമായി തന്നെ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റൂറൽ പോലീസ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരം എന്ന് പറയുന്നത് ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നുള്ളതാണ്. ഇയാൾ സ്ഥിരമായി തന്നെ കൈക്കൂലി വാങ്ങുന്ന ആളാണെന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.